സ്വർഗവാസികളെ പറഞ്ഞപ്പോ തറവാടിന്റെ പേരല്ല പറഞ്ഞത്, കുടുംബ മഹിമയല്ല അല്ലാഹു തആല പറഞ്ഞത്. ബിസ്വാലിഹി അമാലിഹിം, സൽക്കർമ്മങ്ങൾ എത്രയുണ്ട് എന്നാണ് അല്ലാഹു നോക്കുന്നത്. സൽക്കർമ്മങ്ങളെയാണ് അല്ലാഹു ചേർത്തി പറഞ്ഞത്. അതുകൊണ്ട് നമ്മുടെ കുടുംബങ്ങളിൽ പണ്ഡിതന്മാരുണ്ടാകാം, ഹാഫിദുകൾ ഉണ്ടാകാം, ആലിമീങ്ങൾ ഉണ്ടാകാം, ദാനധർമ്മം ചെയ്തവരുണ്ടാകാം. പക്ഷേ നമ്മൾ ഓരോരുത്തരും രക്ഷപ്പെടുന്നത് അവനവന്റെ അമലിന്റെ ബലത്തിലാണ്. അതിന് ഏറെയായി ലഭിക്കുന്നതാണ് മറ്റുള്ളവർ നമുക്ക് ഹദിയയായി തരുന്നത്. പക്ഷെ അത് കിട്ടിയില്ല എന്ന് വരാം, കിട്ടാം, നമുക്കറിയില്ലല്ലോ. നമ്മുടെ അമലായി നമ്മുടെ കയ്യിൽ ഉണ്ടാവുക നമ്മൾ ചെയ്തതാണ്. അതുകൊണ്ടാണ് യഅമലു അലാ ശാകിലതികും ഫകുല്ലുകും മുയസ്സറുൻ ലിമാ ഖുലിഖ ലഹ്. നിങ്ങൾ ഓരോരുത്തരും അധ്വാനിക്കണേ, പണിയെടുക്കണേ, അല്ലാഹുവിന് വേണ്ടി ത്യാഗം ചെയ്യണമേ എന്ന് റസൂലുള്ളാഹി തങ്ങൾ പറയാൻ കാരണം. അതുകൊണ്ട് നിങ്ങളുടെ അമലുകൾ സൽക്കർമ്മങ്ങളാണെങ്കിൽ അല്ലാഹു സ്വീകരിക്കുന്നത്. സൽക്കർമ്മം ചെയ്യുന്നവർക്ക് സ്വർഗത്തിലേക്ക് പോകാൻ കഴിയൂ. സിദ്ദീഖ് മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം മകൻ ഇസ്മായിൽ അലൈഹിസ്സലാമും കഅബാലയത്തിന്റെ അസ്ഥിവാരങ്ങൾ ഇങ്ങനെ പണിതുകൊണ്ടിരിക്കുമ്പോൾ വഇദ് യർഫഉ ഇബ്രാഹീമുൽ ഖവാഇദ മിനൽ ബൈത്ത് وإسماعيل ربنا تقبل منا إنك أنت السميع العليم. ഇബ്രാഹിം നബി അലൈഹിസ്സലാമും ഇസ്മായിൽ നബിയും കഅബാലയത്തിന്റെ പണി പൂർത്തിയായിട്ടല്ല ഈ പ്രാർത്ഥന നിർവഹിച്ചത്. പിന്നെയോ കഅബാലയത്തിന്റെ പണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇബ്രാഹിം അലൈഹിസ്സലാം ദുആ ചെയ്യുകയാണ് മകൻ ഇസ്മായിൽ നബിയോടൊപ്പം. വഇദ് യർഫഉ ഇബ്രാഹീമുൽ ഖവാഇദ മിനൽ ബൈത്ത് വഇസ്മാഈൽ, കഅബാലയത്തിന്റെ അസ്ഥിവാരത്തിന്റെ മുകളിൽ ചുവരുകൾ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ, കല്ലുകൾ പടുത്തുകൊണ്ടിരിക്കുമ്പോ ഇബ്രാഹിം നബി ദുആ ചെയ്തു. എന്താണ് ആ പ്രാർത്ഥന? റബ്ബനാ തഖബ്ബൽ മിന്നാ, അല്ലാഹുവേ ഞങ്ങളിൽ നിന്ന് ഇത് സ്വീകരിക്കണമേ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം, നീ എല്ലാം അറിയുന്നവനും എല്ലാം കേൾക്കുന്നവനുമല്ലയോ, ഞങ്ങളിൽ നിന്ന് നീ ഇത് സ്വീകരിക്കണമേ അല്ലാഹ്. എന്തുകൊണ്ട്? സൽക്കർമ്മം അല്ലാഹു സ്വീകരിച്ചെങ്കിലേ നാളെ രക്ഷപ്പെടാൻ കഴിയും. ആരുടേത് അല്ലാഹു സ്വീകരിച്ചു എന്ന് നമുക്ക് പറയാൻ കഴിയില്ലല്ലോ. അതുകൊണ്ടാണ് ലിഅല്ലാ യഖൂല ഇൻസാനുൻ അന ഖൈറും മിൻഹും, ഞാൻ അവരെക്കാളും ഖൈറാണ് എന്ന് ഒരു മനുഷ്യനും അവകാശവാദം പറയാതിരിക്കാനാണ് സൽക്കർമ്മങ്ങളെ അല്ലാഹു സ്വീകരിക്കൂ, അല്ലാഹ് സ്വീകരിച്ചവർക്കേ സ്വർഗമുള്ളൂ എന്ന് പറയാൻ കാരണം. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വലിയ ഒരു ആശയമാണ് ഇവിടെ പറഞ്ഞു തരുന്നത്. വളരെ ശ്രദ്ധിച്ചു മനസ്സിലാക്കണം. എത്രയോ ദീനിന്റെ വഴികൾ നമ്മുടെ മുമ്പിലുണ്ട്. അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ അഖീദ അനുസരിച്ച് ജീവിക്കുന്നവരാണ് നമ്മൾ. എന്നാൽ സത്യസന്ധമായതും അല്ലാത്തതുമായ വിവിധ ത്വരീഖത്തുകളെ സംബന്ധിച്ച് കേൾക്കാൻ കഴിയും. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അടക്കം അത് തെറ്റാണ്, അല്ലെങ്കിൽ തെറ്റായ വഴിയാണ്, ശരീഅത്ത് അംഗീകരിക്കുന്ന വഴികളല്ല എന്ന് പറഞ്ഞവയടക്കം നമ്മുടെ കേരളത്തിലുണ്ട്. അതിൻ്റെയൊക്കെ പിന്നാലെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. ഒരുപക്ഷെ അവർക്ക് അറിയാത്തത് കൊണ്ടായിരിക്കാം. ഞാൻ പറയുന്നത്, ചില ആളുകളെങ്കിലും ഏതെങ്കിലും ഒരു ത്വരീഖത്തിലേക്ക് കടക്കുമ്പോഴേക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാളിന്റെ കൂടെ ചേരുമ്പോഴേക്കും അന ഖൈറും മിൻകും, ഞാൻ നിങ്ങളെക്കാളും ഖൈറാണ് എന്ന ചില വാദങ്ങൾ കൊണ്ടുവരാറുണ്ട്. ഞങ്ങളുടെ പക്ഷം മാത്രമേ ജയിക്കുകയുള്ളൂ എന്ന് പറയുന്നത്. ഞങ്ങളുടെ കൂടെ കൂടിയവർക്ക് മരണനേരത്ത് ഈമാൻ സലാമത്താകൂ, ഇങ്ങനെയൊക്കെ ഹുസ്നുൽ ഖാത്തിമത്തിന്റെ കൊട്ടേഷൻ കൊടുക്കുന്ന ആളുകളുണ്ടായിരുന്നു ഇവിടെ. അവർ പറയാറുണ്ട് പച്ചയായിട്ട്, അല്ലാത്തവരുടെ മരണം പോലും യഥാർത്ഥ മരണം ശരിയാവില്ല, അല്ലെങ്കിൽ അവർക്ക് ഹുസ്നുൽ ഖാത്തിമ നല്ല മരണമുണ്ടാവില്ല. എങ്ങനെ അത് പറയാൻ കഴിയും? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്ന ഈ ഒരു ഇൽമു നിങ്ങൾ നോക്കണേ. ഇന്നല്ലാഹ ദക്കറ അഹ്ലൽ ജന്ന, സ്വർഗത്തിലേക്ക് പോകുന്നവർ ആരാണെന്ന് പറഞ്ഞിട്ട് ആ ആളുകളുടെ കുടുംബ മഹിമയോ അല്ലാത്ത അവരുടെ മഹത്വങ്ങളോ അല്ല അല്ലാഹു പറയുന്നത്. വദക്കറഹും ബിസ്വാലിഹി അഅമാലിഹിം,
അവരുടെ കർമ്മങ്ങൾ എത്രത്തോളം നല്ലതാണ്, അതിനനുസരിച്ചാണ് സ്വർഗപ്രവേശനം അള്ളാഹു സാധ്യമാക്കുക. എന്തുകൊണ്ട് അള്ളാഹു അമലു സ്വാലിഹാത്തിനെ കുറിച്ച് പറഞ്ഞു എന്നതിന് മഹാനായ സിദ്ദീഖ് എന്നവർ കൊടുക്കുന്ന മറുപടിയാണ് അടുത്ത വാചകം. ലിഅല്ലാ യഖൂല ഇൻസാനുൻ, ഒരു മനുഷ്യനും അവകാശവാദം പറയരുത്, അന ഖൈറും മിൻഹും, ഞാൻ അവരെക്കാളും നല്ലവനാണ്, ഞാൻ അവരെക്കാളും മുന്തിയവനാണ്, ഞാൻ കൊണ്ടു നടക്കുന്നതാണ് ഏറ്റവും നല്ലത്, ഞാൻ മാത്രമേ രക്ഷപ്പെടൂ എന്നിത്യാദി അവകാശവാദങ്ങൾ ആരും പറയാതിരിക്കാൻ തന്നെയാണ് സ്വർഗാവകാശികളെ പറഞ്ഞെടുത്ത് അമലു സ്വാലിഹാത്തുണ്ടോ, അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് ഈ ലോകത്ത് വെച്ച് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? നമുക്ക് ആക്സസ് ഇല്ലാത്ത ലോകമാണത്. നമ്മുടെ തൗബ അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് എങ്ങനെ തർപ്പിച്ചു പറയാൻ കഴിയും? നമ്മുടെ അമലുകൾ ഇന്നല്ലാഹ തആല ദക്കറ അഹ്ലൽ ജന്ന വദക്കറഹും ബിസ്വാലിഹി അമാലിഹിം. എന്തിനാണ് അല്ലാഹു സൽക്കർമ്മങ്ങളെ ഖുർആനിൽ ഇങ്ങനെ എടുത്തു പറയുന്നത്? ഇന്നല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്ത് ലഹും ജന്നാതുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ. സൽക്കർമ്മം ചെയ്തവർ, ഈമാനുള്ളവർ, അവർക്ക് സ്വർഗമുണ്ട് എന്നാണ് അല്ലാഹു പറയുന്നത്. എന്തിനെന്നറിയുമോ? ആരുടേതാണ് അള്ളാഹു സ്വീകരിക്കുന്നത് എന്ന് ഇവിടെ ആരും അവകാശവാദം പറയാതിരിക്കാൻ. പിന്നെ എങ്ങനെ ആളുകൾ അവകാശവാദം പറയുന്നത്? ലിഅല്ലാ യഖൂല ഇൻസാൻ, ഒരു മനുഷ്യനും പറയരുത്, ഒരു മുഅ്മിനായ മനുഷ്യനും പറയരുത്, അന ഖൈറും മിൻഹും, ഞാൻ അവരെക്കാളും മുന്തിയവനാണെന്ന് ഒരാണോ ഒരു പെണ്ണോ ഈ ലോകത്ത് അവകാശം പറയരുത്. കാരണം സ്വർഗലോകത്ത് എത്തുന്നവരല്ലയോ വിജയിക്കുന്നത്, സ്വർഗലോകത്ത് എത്തുന്നവർക്കല്ലേ വിജയമുള്ളൂ. അവരാരാണ് എന്നറിയുന്നത് അല്ലാഹു ജല്ല ജലാലു മാത്രമല്ലേ. പുണ്യനിബിധങ്ങൾ നമുക്ക് പേര് പറഞ്ഞു തന്നവരും അല്ലാത്ത ആരെക്കുറിച്ചാണ് നമുക്ക് ശഠിച്ചു പറയാൻ പറ്റുന്നത്? അതുകൊണ്ട് ആരും അങ്ങനെ പറയരുത്. ഉമറേ, സൽക്കർമ്മം അല്ലാഹു സ്വീകരിക്കണം, അതുകൊണ്ട് അവകാശവാദങ്ങൾ പറയരുത് എന്ന് മഹാനായ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനോട്. എന്നിട്ട് സിദ്ദീഖ് എന്നവർ അവസാനിപ്പിക്കുകയാണ്, ഫഇനിത്തബഅത് ഔ ഹഫിൽത വസിയതി ഹാദിഹി. ഉമറേ, ഞാൻ ഈ പറഞ്ഞ സാരോപദേശം നിങ്ങൾ മനഃപ്പാഠമാക്കുകയും സ്വീകരിക്കുകയും നിങ്ങൾ നെഞ്ചിലേക്ക് ചേർത്ത് വെക്കുകയും ചെയ്താൽ, നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിഞ്ഞിട്ടില്ലാത്ത വരാനുള്ള ഏതൊരു സംഗതിയാണോ നിങ്ങൾ ഇഷ്ടപ്പെടുന്നത്, ആ സംഗതി പിന്നെ മരണമായിരിക്കും. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ ജീവിച്ചാൽ മരണം നിങ്ങൾക്ക് പ്രിയപ്പെട്ടതായിരിക്കും. എന്റെ ഈ വസിയ്യത്ത് നിങ്ങൾ നഷ്ടപ്പെടുത്തി കളയുകയാണെങ്കിൽ വരാൻ പോകുന്ന മരണം നിങ്ങൾക്ക് വെറുപ്പായിരിക്കും. ഉമർ റളിയല്ലാഹു അൻഹു ഈ വസിയ്യത്ത് അങ്ങനെ സ്വീകരിച്ച മഹാനാണ്, അങ്ങനെ സ്വീകരിച്ച മഹാനാണ്. നീതിക്ക് വേണ്ടി, ധർമ്മത്തിന് വേണ്ടി, ശരീഅത്തിന് വേണ്ടി കർക്കശമായ നിലപാടുകൾ ഉമർ റളിയല്ലാഹു അൻഹു എടുത്തത് നമുക്ക് ചരിത്രത്തിൽ എത്രയാണ് വായിക്കാൻ കഴിയുന്നത്, പഠിക്കാൻ കഴിയുന്നത്. ലാ യഖാഫു ഫില്ലാഹി ലൗമത ലായിം. ആരെന്തു പറഞ്ഞാലും അള്ളാഹുവിന്റെ വിഷയത്തിൽ ഒരാളുടെയും ആക്ഷേപത്തിന് ചെവി കൊടുക്കാത്ത മഹാനായിരുന്നു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ടാണ് മരണമാസന്നമായ നേരത്ത് പോലും ഉമർ റളിയല്ലാഹു അൻഹു എന്തൊരു ആശ്വാസത്തിലായിരുന്നു, വല്ലാത്ത ആശ്വാസത്തിലല്ലേ. അതിന്റെ ചില ഭാഗങ്ങൾ നമുക്ക് വഴിയെ ചർച്ച ചെയ്യാനുണ്ട്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എങ്ങനെയാണോ മഹാനായ ഉമർ എന്നവരെ ഉപദേശിച്ചത്, ആ ഉപദേശം അങ്ങനെ ശിരസാ വഹിച്ചുകൊണ്ടാണ് ഉമർ എന്നവർ ജീവിക്കുന്നത്. ഈ ഉപദേശമൊക്കെ കേട്ടപ്പോ ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അബൂബക്കറേ ലഖദ് അത്അബ്തൽ ഖുലഫാഅ മിൻ ബഅദിക്. അബൂബക്കറേ, നിങ്ങൾക്ക് ശേഷം വരാൻ പോകുന്ന ഖലീഫമാരെ നിങ്ങളങ്ങ് തളർത്തിക്കളഞ്ഞല്ലോ. നിങ്ങളെപ്പോലെ ആർക്കാണാവാൻ കഴിയുന്നത്? ആർക്കാണാവാൻ കഴിയുക? ആയിഷ ബീവിയോടാണ് നമ്മുടെ പുതപ്പ് ഇനി നമുക്കുള്ളതല്ല ഉമർ എന്നവർക്ക് കൊടുത്തേക്കിൻ, അവരാണല്ലോ ഇനി ഭരണാധികാരി. ഖലീഫയെ തെരഞ്ഞെടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ ഒട്ടകം, നമ്മൾ പാല് കറന്നിരുന്ന ഒട്ടകം, അത് ഇനി നമ്മുടേതല്ല മോളെ, മുസ്ലിമീങ്ങളുടെ പൊതുഖജനാവിലേക്ക് തിരിച്ചു കൊടുക്കണം.
പാല് കുടിക്കാൻ നമ്മൾ ഉപയോഗിച്ച പാത്രം പോലും നമ്മളുടേതായിരുന്നില്ല മോളെ, അത് തിരിച്ചു കൊടുക്കണേ എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് വസിയത്ത് ചെയ്തുകൊണ്ടാണ് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ലോകത്തോട് വിട പറയുന്നത്. വജാഅത് സക്റത്തുൽ മൗത് ബിൽ ഹഖ് ذلك ما كنت منه تحيد. മരണത്തിന്റെ അവസാനത്തെ വെപ്രാള സമയം നിങ്ങൾക്ക് വന്നിരിക്കുകയാണ്. ഇത് നിങ്ങൾ വരരുത് എന്ന് പ്രതീക്ഷിച്ചിരുന്നതല്ലേ, ഒരിക്കലും ആഗ്രഹിക്കാത്ത സമയമായിരുന്നില്ലേ എന്ന് അല്ലാഹു ചോദിക്കുന്ന ആ നേരം ഞാനും നിങ്ങളും അഭിമുഖീകരിക്കാൻ പോവുകയാണ്. നമ്മൾ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കുന്ന സമയമാവണം എന്നില്ല ഇത് വരുന്നത്, അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്ന നേരത്താകാം. അല്ലാഹു ആലം. അല്ലാഹുവേ, ഞങ്ങൾക്ക് ആ നേരം നിന്നിലേക്ക് യാത്രയാകുന്ന സമയമാവണം, ഈ ലോകത്തെ ഏറ്റവും സന്തോഷമുള്ള സമയം. അല്ലാഹുമ്മ ജഅൽ അസ്അദ അയ്യാമിനാ യൗമ നൽഖാക്. ഞങ്ങൾ നിന്നെ കാണാൻ വരുന്ന ആ ദിവസമാകണം റബ്ബേ ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള ദിവസം. ആമീൻ പറയണേ. അല്ലാഹുവേ, ഞങ്ങൾ നിന്നെ കാണാൻ ഇവിടെ നിന്ന് യാത്രയാവുന്ന മരണം സംഭവിക്കുന്ന ദിവസം അത് വെപ്രാളമില്ലാതെ സന്തോഷത്തോടെ നിന്നെ കാണാനുള്ള യാത്രയാണെന്ന് മനസ്സിൽ കരുതി സന്തോഷിച്ച് സ്വർഗം കണ്ട് മരിക്കാനുള്ള ഭാഗ്യം നൽകണേ റബ്ബേ. ഞങ്ങളുമായി ബന്ധപ്പെട്ട മുഅ്മിന് മുഅ്മിനാത്തുകൾക്ക് മുഴുവൻ നീ നൽകണേ തമ്പുരാനേ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സ്വഹാബികളുടെ വസിയത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. സഅദ് ഇബ്നു അബീ വഖാസ് തങ്ങളുടെ, അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിന്റെ, ഉബാദത്ത് ഇബ്നു സ്വാമിത് റളിയല്ലാഹു അൻഹുവിന്റെ, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ, ഇവരുടെയൊക്കെ ചില വസിയത്തുകൾ സമയമുണ്ടെങ്കിൽ നമുക്ക് ചില പാഠങ്ങൾ അവർ നൽകുകയാണ്. കാരണം മരണത്തിന്റെ രംഗം അല്ലാഹു മുഅ്മിനീങ്ങൾക്ക് നൽകുന്ന ഒരു കശ്ഫിന്റെ നേരമാണ്. കാണാത്തത് കാണാൻ കഴിയുന്ന നേരമാണ്. പല വിഷയങ്ങളുടെയും രഹസ്യങ്ങൾ അല്ലാഹു ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന നേരമാണ് മരണമാസന്നമാകുന്ന സമയം. ആ സമയത്ത് മുഅ്മിനീങ്ങളോട് നൽകുന്ന സാരോപദേശം കഴമ്പുറ്റതാണ്. ആ വാക്കുകൾക്ക് ഖനമുണ്ട്, ആ വാക്കുകൾക്ക് നല്ല ആശയമുണ്ട്, ആ വാക്കുകൾക്ക് നാളെ ആഖിറത്തിലേക്ക് നമ്മളെ നയിക്കാനുള്ള പവറുണ്ട്. അതുകൊണ്ടാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ച് വസിയത്ത് ചെയ്തത്, ആയിഷ ബീവിയെ വിളിച്ച് വസിയത്ത് ചെയ്തത്. 3 കഫംപുടയിലാണ് ഹബീബിനെ മറവ് ചെയ്തതെങ്കിൽ എന്നെയും 3-ൽ തന്നെ ചെയ്യണം. 2 ഞാൻ ഇപ്പോൾ ഉടുക്കുന്ന വസ്ത്രവും 3-മത്തേത് ആരെങ്കിലും ഉടുത്തു കഴിഞ്ഞ ഒരു വസ്ത്രം മതി, എനിക്ക് 3-മത്തേത് പുതിയത് വേണ്ട. പുതിയത് ധരിക്കാൻ നല്ലത് ജീവിച്ചിരിക്കുന്നവരല്ലേ, മയ്യത്തിന്റെ കൂടെ പോകുന്ന കഫംപുടയല്ലേ, എനിക്ക് പഴയത് മതി മോളെ എന്ന് മോളോട് വസിയത്ത് ചെയ്തു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അല്ലാഹുവേ, ആ ഒരു നേരത്തേക്കുള്ള ഒരുക്കമാണ് നമ്മുടെ ജീവിതത്തിന്റെ വിജയം. അല്ലാഹു ആ നേരം പുഞ്ചിരിച്ച് സന്തോഷത്തോടെ സ്വർഗം കണ്ട് മലക്കുകളുടെ റഹ്മത്തിന്റെ മലായികത്തിന്റെ മുഖം കണ്ട് അല്ലാഹുവിലേക്ക് കണ്ണുയർത്തി പടച്ചതമ്പുരാന്റെ ജനാബിലേക്ക് യാത്രയാകുന്നു എന്ന സന്തോഷത്തോടുകൂടെ യാത്രയാകാൻ അല്ലാഹു തൗഫീക്ക് ചെയ്യട്ടെ. ഈ യാത്ര അനിവാര്യമാണ്. ഉംറക്ക് പോകുമില്ലേ, പോകാതിരിക്കാം. ഗൾഫിലേക്ക് പോകുമില്ലേ, പോകാതിരിക്കാം. പക്ഷേ നാളെ ഖബറിലേക്ക് പോകുമില്ലേ, പോകുമെന്ന് ഉറപ്പാണ്. അതുകൊണ്ടാണ് ഉറപ്പുള്ള വിഷയത്തിനാണ് അറബിയിൽ യഖീൻ എന്ന് പറയാം. മരണത്തിൻ്റെ മറ്റൊരു പേര്, മരണത്തിന് എന്താ അറബി പറയാം, മൗത്ത് എന്നാണ്. പക്ഷെ മരണത്തിന് ഖുർആനിട്ട വേറൊരു പേരുണ്ട്, അൽ യഖീൻ. വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. മരണമാസന്നമാകുന്നവരെ അല്ലാഹുവിന് നിങ്ങൾ ഇബാദത്ത് ചെയ്യണം. ഉറപ്പ് വരുന്നവരെ എന്നല്ല, അവിടെ യഖീൻ്റെ അർത്ഥം അൽ മൗത്ത്. കാരണം വരുമെന്ന് പറഞ്ഞ് ഉറപ്പിച്ചും വരുന്നത് ഓരോരുത്തരുടെയും മരണമാണെന്നാണ്. അല്ലാഹു അത് മറച്ചിരിക്കുകയാണ് നമ്മുടെ മുമ്പിൽ. എത്രയോ ജന്തുക്കൾ, മനുഷ്യര് ഒക്കെ മരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ മരിച്ചതിനെ പെട്ടെന്ന് മറവ് ചെയ്യും. ചത്തുപോയ ജീവജാലങ്ങളെ കൊണ്ടുപോയി എടുത്തുകൊണ്ടുപോകും. മരണം സംഭവിച്ചത് നമ്മൾ കണ്ണിൽ കാണുന്ന സമയങ്ങൾ കുറവാണ്. മരണത്തെ അല്ലാഹു മൂടിവെക്കുകയാണ്. അതെപ്പോഴും നമ്മുടെ മുമ്പിൽ ഓരോരുത്തരും മരിച്ചിങ്ങനെ വീഴുകയായിരുന്നുവെങ്കിൽ ജീവിക്കാനൊരാശയും ഒരാശയോ ഒരാഗ്രഹമോ ജീവിതത്തോട് എന്തെങ്കിലും ഒരഭിനിവേശമോ ആർക്കും ഉണ്ടാകുമായിരുന്നില്ല. അതുകൊണ്ടാണ് അല്ലാഹു ഇത് മറച്ചു വെച്ചത്. മരിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് മറവ് ചെയ്യും.
റോഡരികിൽ ചത്തുകിടക്കുന്ന ആടുകൾ, ചിലപ്പോൾ വണ്ടി തട്ടി ചത്തുപോകുന്ന നായകൾ, പൂച്ചകളൊക്കെ ഉണ്ടാകും. അതൊക്കെ പെട്ടെന്ന് അവിടെ നിന്ന് നീക്കിക്കൊണ്ടുപോകാണ്. കന്നുകാലികൾ ചത്തു വീഴുന്നുണ്ട്, അത് പെട്ടെന്ന് അവിടെ നിന്ന് നീക്കം ചെയ്യും. മരിച്ചു കഴിഞ്ഞവരെ പെട്ടെന്ന് കൊണ്ടുപോയി മറവ് ചെയ്യും. അതുകൊണ്ട് മരണത്തിൻ്റെ കാഴ്ചകൾ പോലും അള്ളാഹു കുറച്ച് വെച്ചിരിക്കുകയാണ്. പക്ഷേ അത് വരുമെന്ന് ഉറപ്പുള്ള ഒരു യാത്രയാണ്. അതുകൊണ്ട് പേടിക്കാൻ വേണ്ടി പറയല്ല. ഒരു യാത്രയുണ്ട് എന്ന് പറയുമ്പോൾ അതിനു വേണ്ടി ഒരുങ്ങിയാൽ ഒരു പ്രയാസമില്ല. നിങ്ങൾ ഗൾഫിലേക്ക് അല്ലെങ്കിൽ ഫ്ലൈറ്റ് കയറി യാത്ര ചെയ്യാൻ നിങ്ങൾക്ക് ഇൻ്റർനാഷണൽ ഡോക്യുമെൻ്റ് വേണം. നിങ്ങളുടെ പാസ്പോർട്ടോ നിങ്ങളുടെ വിസയോ മറ്റു ഡോക്യുമെൻറ്റുകളോ ഒക്കെ വാലിഡാണ്. അതൊക്കെ വളരെ കൃത്യമാണ്, രേഖ വളരെ ക്ലിയറാണ്. നിങ്ങളൊരു സ്മഗ്ലിങ്ങോ ഒന്നും നടത്താൻ പോവുകയല്ല, നിങ്ങളൊരു ഹലാലായ യാത്രക്ക് പോവുകയാണ്. ഒരു പേടിയും ഒരു കൂസലും ഇല്ലാണ്ട് നിങ്ങൾക്ക് നേരെ ഇമിഗ്രേഷനിലേക്ക് പോകാം അല്ലേ? അല്ലെങ്കിൽ എന്തെങ്കിലും ഫോർജ് ചെയ്തിട്ടുണ്ട്, ഡോക്യുമെൻറ്റുകൾ ഫേക്കാണ്, അവിടെ പേടിച്ച് വറക്കേണ്ടി വരും. ആ ഒരു യാത്ര പിന്നെ പേടിയാവും. തലേ ദിവസം മുതൽ പേടി തുടങ്ങും, സ്വപ്നം കണ്ടു തുടങ്ങും, അവിടെ പിടിച്ചുകൊണ്ടുപോകുന്നതും പോലീസ് പൊക്കിക്കൊണ്ടുപോകുന്നതും. കാരണം പോകുന്നത് ഫേക്ക് ഐഡിയുമായിട്ടാണെന്ന് പോകുന്ന ആൾക്ക് ആദ്യമേ അറിയാം. നേരെ മറിച്ച് അതൊന്നുമില്ലെങ്കിൽ റിലാക്സ്, എന്തിനു പേടിക്കണം? മരണത്തിന് വേണ്ടി ഒരുങ്ങുക, ജീവിതത്തിൽ പൊരുത്തപ്പെടിക്കാനുള്ള കാര്യങ്ങളൊക്കെ പൊരുത്തപ്പെടിക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയത് പരസ്പരം ക്ഷമിച്ചു കൊടുക്കുക. അള്ളാഹു നമുക്ക് മാപ്പ് തരട്ടെ. ആ ഒരു യാത്ര അള്ളാഹു നമുക്ക് എളുപ്പമാക്കി തരട്ടെ. മഹാനായ ഫാറൂഖ് റളിയല്ലാഹു അൻഹു സുബഹി നിസ്കാരത്തിന് ഇമാമ് നിൽക്കുമ്പോൾ മഹാനവറുകൾക്ക് കുത്തേറ്റത് നമ്മൾക്കറിയും, വയറ്റിന് കുത്തേൽക്കുകയാണ്. അബൂ ലുഅ്ലുഅത്തുൽ മജൂസി. ഈ ചരിത്രം നമ്മൾ ഒരുപാട് കേട്ടവരായിരിക്കും. അതിൻ്റെ ചെറിയൊരു ഭാഗം ഞാൻ സൂചിപ്പിക്കുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു ബോധം കെട്ട് കിടക്കുകയാണ്. ആ സമയം മഹാനവറുകൾക്ക് ബോധം തെളിഞ്ഞപ്പോൾ ആദ്യം ചോദിച്ച ചോദ്യം, എൻ്റെ നിസ്കാരം അസ്വല അസ്വല. സ്വഹാബിമാർ ഉമർ എന്നവര് എഴുന്നേൽക്കാൻ വേണ്ടി, മഹാനായ ഉമർ എന്നവര് ബോധം കെട്ട് കിടക്കുമ്പോൾ ഇന്ന് എഴുന്നേൽക്കാൻ വേണ്ടി പല നിലക്കും വിളിച്ചു നോക്കി, ഉണരുന്നില്ല. അപ്പോഴാണ് ഒരു സ്വഹാബി ഉമർ എന്നവരുടെ ചെവിയിൽ വന്ന് മന്ത്രിച്ചത്, അസ്വലാഹ് യാ ഉമർ. ഉമറേ, അമീറുൽ മുഅ്മിനീനെ, നിങ്ങൾ ആ സുബഹി നിസ്കാരം ഒരു റക്അത്തല്ലേ നിസ്കരിച്ചുള്ളൂ, രണ്ടാമത്തെ റക്അത്ത് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ലല്ലോ. അപ്പോഴേക്കും ശത്രു വന്ന് നിങ്ങളെ കൊല ചെയ്യുകയാണുണ്ട്, അതിൽ നിങ്ങളുടെ വയറ്റിന് കുത്തുകയാണുണ്ടായത്. അതുകൊണ്ട് ഈ അസ്വലാ, നിസ്കാരം എന്നൊരു വാക്ക് ചെവിയിൽ മഹാനവറുകൾ കേട്ടപ്പോഴാണ് കണ്ണു തുറന്നത് എന്ന് ഹദീസിൽ കാണാൻ കഴിയും. അപ്പോഴാ കണ്ണു തുറന്നു. അതുവരെ ബോധം കെട്ട് കിടക്കുക. നിസ്കാരം എന്നങ്ങ് പറഞ്ഞപ്പോൾ അങ്ങോട്ട് കണ്ണു തുറന്നു. യാ അല്ലാഹ്, എത്ര ഉമ്മമാരുണ്ട് ഉപ്പമാരുണ്ട് ബോധമില്ലാതെ കിടക്കും. ളുഹറിൻ്റെ സമയമായ മക്കളെ വാങ്കൊടുത്തോ, എനിക്ക് നിസ്കരിക്കണം, പിന്നെ മിണ്ടൂല. പിന്നെ അടുത്ത നിസ്കാരത്തിൻ്റെ സമയം, മക്കളെ വാങ്കൊടുത്തോ, മക്കളെ നിസ്കാരത്തിന് സമയമായോ. ഇങ്ങനെ ഉറക്കത്തിൻ്റെ ബോധമില്ലായ്മക്കിടയിൽ നിന്ന് നിസ്കാരത്തിൻ്റെ സമയമായോ എന്ന് ചോദിച്ച് ആ നേരത്ത് നിസ്കരിക്കാൻ വെമ്പൽ കൊള്ളുന്ന എത്ര ഉമ്മമാർ ഈ ഉമ്മത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. അള്ളാഹു അത്തരം നന്മകൾ ഈ ഉമ്മത്തിൽ നിലനിർത്തി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്വലാ അസ്വലാ ലാ നജിദു അംറൻ യൽഫിതു നദറ ഉമറിൻ മിഥല അസ്വലാ. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ശ്രദ്ധ ക്ഷണിക്കാൻ അസ്വലാ, നിസ്കാരം നിസ്കാരം എന്ന ആ ഒരു വാക്കിനോളം വേറെ ഒന്നുമില്ലായിരുന്നു. ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഈ വാക്ക് കേട്ടപ്പോഴാണ് പറഞ്ഞത്, എനിക്ക് നിസ്കരിക്കണം, എനിക്ക് നിസ്കരിക്കണം. മഹാനവറുകൾ വിറക്കാൻ തുടങ്ങി. അമാ ഇന്നഹു ലാ ഹല്ല ഫിൽ ഇസ്ലാമി ലിമൻ തറക സ്വലാ. നിസ്കാരം ഉപേക്ഷിക്കുന്ന ആളുകൾക്ക് ഈ ദീനിൽ യാതൊരു സ്ഥാനവുമില്ലല്ലോ എന്ന് പറഞ്ഞ് എനിക്ക് ഉദു എടുത്തു തരണേ. ഇത് പറയുമ്പോ വയറ് തുറന്നിരിക്കുകയാണ്. ആലോചിക്കണം, കുടൽമാലകൾ അറ്റുപോയിരിക്കുകയാണ്. ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഉദു എടുത്ത് നിസ്കരിച്ചു. കിടന്ന കിടപ്പ് ചോരങ്ങനെ ഒലിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരീരമാസകലം രക്തം വാർന്നുകൊണ്ടിരിക്കുക. ഓപ്പറേഷൻ ചെയ്യാനൊന്നും പറ്റില്ല എന്ന് രക്തം വാർന്നുകൊണ്ടിരിക്കുകയാണ്. ആലോചിച്ച് നോക്കി, എന്തായിരിക്കും? ഒരു അനസ്തേഷ്യ പോലും ചെയ്തിട്ടില്ല. അപ്പൊ ആളുകൾ ചോദിച്ചു, ഡോക്ടർമാരവിടെ വന്നു. അവർ പറഞ്ഞു, അമീറുൽ മുഅ്മിനീനെ, നിങ്ങളുടെ മുറിവ് ഞങ്ങൾക്കൊന്ന് കെട്ടിവെക്കണം. നസ്ഖീകൽ ഖംർ, ഞങ്ങൾ നിങ്ങൾക്ക് ഒരൽപ്പം മയക്കാൻ വേണ്ടി മദ്യം തരട്ടെയോ എന്ന് മഹാനായ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചിട്ടുണ്ട്. ഒരൽപ്പം മയക്കാൻ വേണ്ടി ഒരു മരുന്നെന്ന നിലക്ക് വേറെ ഒന്നും ശമനം ചെയ്യാതെ വന്നപ്പോൾ ഒരു ഖംർ,
ഒരൽപ്പം മദ്യത്തിന്റെ ഭാഗം തരട്ടെയോ? അത് കുടിച്ചാൽ നിങ്ങൾക്ക് ബോധം പോയാൽ നിങ്ങളുടെ മുറിവ് ഞങ്ങൾക്ക് എന്തെങ്കിലും തുന്നിപ്പിടിപ്പിക്കാം. ഫറൂഖ് റളിയല്ലാഹു അൻഹു അതിന് സമ്മതിച്ചില്ല. മഹാനവറുകൾ പറഞ്ഞു, അല്ലാഹു ഒരിക്കലും പാടില്ല എന്ന് പറഞ്ഞത് എൻ്റെ മരണസമയത്ത് പോലും എനിക്ക് തരല്ലേ. ആ വേദന സഹിക്കലാണ് മദ്യമിൻ്റെ വായിലേക്ക് പോകുന്നതിനേക്കാളും എനിക്ക് ഖൈർ. ഞാനത് സഹിച്ചുകൊള്ളാം. സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹുവിൻ്റെ മകന്റെ ഒരു ചരിത്രമുണ്ട്. ഇങ്ങനെ കാല് മുറിക്കേണ്ട ഒരവസ്ഥ വന്നപ്പോൾ ഡോക്ടർമാർ ഞങ്ങൾ നിങ്ങൾക്ക് ഒരൽപ്പം മദ്യം നൽകട്ടെയോ എന്ന് പറഞ്ഞപ്പോഴാണ് എനിക്കത് വേണ്ട എന്ന് പറഞ്ഞ് സ്വന്തം കാല് പച്ചയിൽ മുറിക്കാൻ അനുമതി കൊടുത്ത മഹാനായ താബിഈയുണ്ട്, അസ്മാ ബീവി റളിയല്ലാഹു അൻഹയുടെ മകൻ. നസ്ഖീക ഖംറൻ, ഞങ്ങൾ മദ്യം തരട്ടെയോ അമീറുൽ മുഅ്മിനീനെ എന്ന് പറഞ്ഞപ്പോൾ എനിക്കത് തരല്ലേ, അള്ളാഹു അനുവദിക്കാത്തത് എനിക്ക് വേണ്ട എന്ന് അവിടെ വന്ന ആളുകൾ മുഴുവൻ കേൾക്കെ ഫാറൂഖ് റളിയല്ലാഹു അൻഹു വിസമ്മതിക്കുന്നത് നമ്മൾ അറിയണം. ലഹരിക്ക് പിന്നാലെ ഓടുന്ന യുവതലമുറ അറിയണം, ലഹരി എന്നത് മനുഷ്യന്റെ ബുദ്ധിയെ മയക്കി കിടത്തുന്നതാണ്. ഏതൊന്നാണോ ബുദ്ധിയെ മറച്ചു വെക്കുന്നത് അത് മുസ്കിറാണ്, അതിൻ്റെ വിധി ഹറാമാണ് എന്ന് അറിയാത്തവരാണെങ്കിൽ ഇപ്പോൾ മനസ്സിലാക്കണം. അത് പൗഡർ ആവട്ടെ, ഇഞ്ചക്ഷൻ ആവട്ടെ, സ്മെല്ല് ചെയ്യുന്നതാവട്ടെ, കുടിക്കുന്നതാവട്ടെ, തിന്നുന്നതാവട്ടെ, എന്താവട്ടെ, നാവിനടിയിൽ വെച്ചുകൊണ്ടാവട്ടെ, ഏതെല്ലാം ലഹരിയുണ്ടോ ആ ലഹരി ശരീരത്തിലേക്ക് വെച്ചു കൊടുക്കുന്നത് അള്ളാഹു തന്ന ശുദ്ധമായ പ്രകൃതത്തെ മലിനപ്പെടുത്തുന്നതിന് തുല്യമാണ്. 3 സ്വലാത്ത് ചൊല്ലിയിരിക്കാം. സ്വല്ലു അലൻ നബി മുഹമ്മദിൻ വആലി അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ആമീൻ. ഹബീബായ നബിയുടെ ഹദറത്തിലേക്ക് ഈ സ്വലാത്തുകൾ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. അവിടത്തോടൊരു ആത്മീയമായ ബന്ധം ഞങ്ങൾക്ക് നീ ഉണ്ടാക്കി തരണേ റബ്ബേ. അവിടുത്തെ ശഫാഅത്തിന് അർഹരാക്കണേ അല്ലാഹ്. ആമീൻ യാ റബ്ബൽ ആലമീൻ. ലാ ഹല്ല ഫിൽ ഇസ്ലാമി ലിമൻ തറക സ്വലാ. നിസ്കാരം ഉപേക്ഷിക്കുന്ന ആളുകൾക്ക് ഈ ദീനിൽ യാതൊരു സ്ഥാനവുമില്ലല്ലോ എന്ന് പറഞ്ഞ് ആ നേരത്ത് നിസ്കരിക്കുകയാണ് ഫാറൂഖ് റളിയല്ലാഹു അൻഹു ചെയ്തത്. ലാ ഹല്ല ഫിൽ ഇസ്ലാമി ലിമൻ തറക സ്വലാ. നിസ്സാരമായ കാരണങ്ങൾക്ക് വേണ്ടി നിസ്കാരം നഷ്ടപ്പെടുത്തുന്ന അവസ്ഥകൾ ഉണ്ടാകുമ്പോൾ ശ്രദ്ധിക്കണേ. അള്ളാഹു നമുക്ക് കാവൽ നൽകട്ടെ. ഫർളുകൾ അള്ളാഹു സ്വീകരിക്കും. ആ ഫർളുകൾ കഴിഞ്ഞിട്ടേ അള്ളാഹുവിന് സുന്നത്തുകൾ വേണ്ടൂ എന്ന് മഹാനായ സുദ്ദീഖ് തങ്ങൾ പറഞ്ഞ വസിയത്ത് ഓർമ്മയില്ലേ? ലാ ഹല്ല ഫിൽ ഇസ്ലാമി ലിമൻ തറക സ്വലാ. ഒരാഘോഷമുണ്ടെങ്കിൽ അന്ന് നിസ്കാരമില്ല. വീട്ടിലൊരു സൽക്കാരമോ വിവാഹമോ ഉണ്ടെങ്കിൽ വിവാഹത്തലേന്നില്ല, വിവാഹത്തിൻ്റെ അന്നില്ല. പുതിയാപ്പിളക്ക് നിസ്കാരമില്ല, തേടിപ്പോകുന്ന പെണ്ണുങ്ങൾക്കില്ല, കൂടെ പോകുന്നവർക്കില്ല, കുട്ടികൾക്കില്ല. ആരും നിസ്കരിക്കാതെ എങ്ങനെയാണ് ഒരു ദിവസം കഴിച്ചു കൂട്ടുന്നത്? മേക്കപ്പ് പോകുമോ? അലങ്കാരം നഷ്ടപ്പെടുമോ? ഭംഗി കുറഞ്ഞു പോകുമോ? ഈ പേടിയും പറഞ്ഞ് ജോലിത്തിരക്ക് ആ ഒരു വിവാഹത്തിന്റെ ദിവസം എത്ര ഖൈറായ, അള്ളാഹുവിന് നന്ദി ചെയ്യേണ്ട, ശുക്ർ ചെയ്യേണ്ട ദിവസം, അള്ളാഹു ഒരു നിഅ്മത്ത് തരുന്ന ദിവസം റബ്ബിനോട് തിരിച്ച് ശുക്ർ ചെയ്യേണ്ടതിന് പകരം നമ്മൾ നിസ്കരിക്കാതിരിക്കുകയോ? അങ്ങനെ വന്നാൽ പിന്നെ എന്ത് ബറക്കത്താണ് ആ വിവാഹത്തിനുണ്ടാകുന്നത്, ആ വീട്ടിലുണ്ടാകുന്നത്? ലാ ഹല്ല ഫിൽ ഇസ്ലാമി ലിമൻ തറക സ്വലാ.
ഉമർ റളിയല്ലാഹു അൻഹു മരിക്കാൻ കിടക്കുന്ന, ഷഹീദാവാൻ കിടക്കുന്ന നേരം ഉമ്മത്തിന് തന്ന വലിയൊരു ഉപദേശമാണിത്. നിസ്കാരമില്ലാത്ത ആൾക്ക് ഈ ഉമ്മത്തിൽ ഒരു സ്ഥാനവുമില്ല, ഒരർഹതയുമില്ല. അതുകൊണ്ട് എനിക്ക് നിസ്കരിക്കണം എന്ന് പറഞ്ഞ് ഖളാ ആയി പോയ, ഖളാ എന്ന് പറഞ്ഞാൽ അദാ ആയി ഇമാമായി നിസ്കരിക്കുമ്പോഴാണ് അബൂ ലുഅ്ലുഅ എന്ന് പറഞ്ഞ ദുഷ്ടനായ മനുഷ്യൻ, മജൂസിയായിരുന്ന, തീ ആരാധകനായിരുന്ന, പേർഷ്യക്കാരനായിരുന്ന ആള് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വയറ്റത്ത് വന്ന് കുത്തുന്നത്. ആ കുത്തിലാണ് ഉമർ റളിയല്ലാഹു അൻഹു ലോകത്തോട് വിട പറയുന്നത്. മഹാനവറുകളെ സന്ദർശിക്കാൻ വന്ന എത്രയോ ആളുകൾ, ചെറുപ്പക്കാർ സന്ദർശനത്തിന് വേണ്ടി വന്നപ്പോ ഉമർ റളിയല്ലാഹു അൻഹു ഒരാളെ കണ്ടുകൊണ്ട് പറഞ്ഞു, ഇർഫഅ ഇസാറക്, നിങ്ങളുടെ വസ്ത്രമൊന്ന് ഉയർത്തേണമേ. ഒരു ചെറുപ്പക്കാരൻ ഉമർ എന്നവരെ ആശ്വസിപ്പിച്ച് പോവുകയാണ്. ആ പോകുന്ന പോക്കില് ആ ചെറുപ്പക്കാരന് ഒരു ഉപദേശം ഫാറൂഖ് റളിയല്ലാഹു അൻഹു നൽകി, ഇർഫഅ ഇസാറക്, നിങ്ങളുടെ വസ്ത്രം ഞെരിയാണിക്ക് താഴെയാണല്ലോ, ഉയർത്തേണമേ എന്ന്. ഫാറൂഖ് റളിയല്ലാഹു അൻഹു റുദ്ദ അലയ്യ ശാബ്, ആ ചെറുപ്പക്കാരനോട് തിരിച്ചു വരാൻ വേണ്ടി പറയൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് മഹാനവറുകൾ തിരുത്തുന്നത്. രോഗശയ്യയിൽ സക്കറാത്തിന്റെ നേരത്ത് കിടക്കുമ്പോൾ ഒരു നസീഹത്ത് നൽകുകയാണ് ഫാറൂഖ് റളിയല്ലാഹു അൻഹു. അള്ളാഹു നമ്മുടെ തെറ്റുകുറ്റങ്ങളെ നമുക്ക് പുറത്തു തരട്ടെ, അള്ളാഹു നമുക്ക് മാപ്പാക്കി തരട്ടെ. ഈ സാരോപദേശങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ കൊണ്ടുവരാൻ അല്ലാഹുവേ നീ സഹായിക്കണേ തമ്പുരാനേ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഉമർ റളിയല്ലാഹു അൻഹു വഫാത്താകുന്ന നേരത്തെ ഒരു മസ്അലയെ സംബന്ധിച്ച് പറയുമായിരുന്നു. വല്ലിപ്പയും മക്കളും, വല്ലിപ്പയും സഹോദരങ്ങളും അനന്തരാവകാശികളായി വരുമ്പോഴുള്ള മസ്അല ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എൻ്റെ അഭിപ്രായം ഇന്നതാണ്. ഒരു ഫിഖഹിന്റെ മസ്അലയാണ്. ആ മസ്അല പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് വാപ്പ മരിക്കുമ്പോൾ വല്ലിപ്പയും ഈ വാപ്പയുടെ സഹോദരങ്ങളുമാണ് ജീവിച്ചിരിക്കുന്നത് എങ്കിൽ എങ്ങനെയാണ് ഓഹരി വെക്കേണ്ടത് എന്ന്, സ്വത്തിന്റെ ഓഹരി വെക്കേണ്ട മസ്അല ഉമർ തങ്ങൾ പറയുന്നു, എൻ്റെ അഭിപ്രായം നിങ്ങൾക്ക് സ്വീകരിക്കാം. ഇത് പറഞ്ഞപ്പോ മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, നിങ്ങളുടെ അഭിപ്രായം വളരെ നല്ല അഭിപ്രായം തന്നെ. എന്നാൽ അതിലും നല്ലൊരു അഭിപ്രായം നിങ്ങളുടെ മുൻഗാമിയായ സാബിഖായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു പോയിട്ടുണ്ട്. നിങ്ങൾ രണ്ടുപേരുടെയും അഭിപ്രായം, നിങ്ങളുടെ രണ്ടുപേരുടെയും ഇജ്തിഹാദുകൾ രണ്ടും ശരി തന്നെ, അല്ലാഹു നിങ്ങൾക്ക് കൂലി തരട്ടെ. അപ്പോ അവിടെ ചോദിക്കുകയാണ്, അമീറുൽ മുഅ്മിനീൻ മരിക്കാൻ കിടക്കുമ്പോ, വഫാത്താകാൻ കിടക്കുമ്പോ അനന്തര സ്വത്തിന്റെ മസ്അലയാണോ നിങ്ങൾ പറയുന്നത്? ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, ആ ഒരു ഇൽമ് നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചു തന്നുകൊണ്ട് മരിക്കലല്ലയോ, അത് പഠിപ്പിച്ചു തരാതെ മരിക്കുന്നതിനേക്കാളും ഖൈർ. ഇൽമ് മറച്ചു വെക്കുന്നത് കുറ്റകരമാണ്. അറിയുന്ന അറിവ് പകർന്നു കൊടുക്കണം, അത് പിടിച്ചു വെക്കരുത്, അത് പൂഴ്ത്തി വെക്കരുത്. അറിയിച്ചു കൊടുക്കാനുള്ളതാണ്, അത് അറിയിച്ചു കൊടുക്കണം. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത ചില ഹദീസുകൾ മരണാസന്നരായ നേരത്താണ് പറഞ്ഞു കൊടുത്തത്. മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്നഹ്, സ്വർഗത്തിലേക്ക് പോകാൻ അല്ലാഹു യോഗ്യത നൽകുന്ന ആളുകളുടെ മിനിമം ക്വാളിഫിക്കേഷൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതായത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, ഇത് വിശ്വസിക്കുന്ന ആളുകൾക്ക് നാളെ സ്വർഗമുണ്ട് എന്ന് നബിതങ്ങൾ പറഞ്ഞപ്പോ മുആദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, നബിയേ, ഞാനത് ആളുകൾക്ക് പോയി പറഞ്ഞു കൊടുക്കട്ടെയോ? ഇപ്പൊ വേണ്ട മുആദേ, ഇപ്പോൾ പറഞ്ഞാൽ ഫയത്തക്കിലൂ, ആളുകൾ ഒരു പണിയും എടുക്കാതെ ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വസിച്ചുവല്ലോ എന്ന് പറഞ്ഞ് അമല് ചെയ്യാതെ അവിടെ ഇരിക്കും. അവർക്ക് നാളെ സ്വർഗത്തിന്റെ മിനിമം ക്വാളിഫിക്കേഷൻ മാത്രം കിട്ടിയാൽ പോരാ, സ്വർഗത്തിൽ കയറുക എന്നത് മാത്രമല്ല, സ്വർഗത്തിന്റെ അഅലൽ ഇല്ലീൻ, സ്വർഗത്തിന്റെ ഏറ്റവും ഉന്നതങ്ങളിലേക്ക് എത്തുകയാണ് വേണ്ടത്. അതുകൊണ്ട് അവർ പണിയെടുക്കണം, അതിന് അധ്വാനിക്കണം. മിനിമം ക്വാളിഫിക്കേഷൻ കിട്ടാൻ ഇത് മതി. പക്ഷേ സ്വർഗത്തിലെത്തിയാൽ മനുഷ്യന്റെ മനസ്സ് മാറും. ഗൾഫിലേക്ക് ഇവിടുന്ന് ആദ്യമൊക്കെ പോകുമ്പോൾ അങ്ങനെയല്ലേ പറയാ, എനിക്കൊരു വിസ കിട്ടിയാൽ മതി എന്നാ പറയാ. ഒരു വിസ കിട്ടിയാൽ മതി, എന്തായാലും കുഴപ്പമില്ല. ശമ്പളം അതും എനിക്ക് കുഴപ്പമില്ല. അത് എന്ത് ശമ്പളാണ്? അപ്പൊ നീയല്ലോടെ പറഞ്ഞത് പോരുമ്പോ ഇതൊന്നും വേണ്ടെന്ന്.
അതിപ്പോൾ എനിക്കപ്പോൾ അറിയില്ല. ഇതന്നെ സ്വർഗത്തിൻ്റെ അവസ്ഥ. അങ്ങോട്ട് കയറിയാൽ മതി എന്ന് മാത്രം ചോദിക്കരുത്. തങ്ങൾ പറഞ്ഞു സലുല്ലാഹൽ ഫിർദൗസൽ അഅല. നിങ്ങൾ അള്ളാഹുവിനോട് സ്വർഗം ചോദിക്കുമ്പോൾ അടച്ചോനെ സ്വർഗത്തിൻ്റെ ഏതെങ്കിലും വരാന്തീക്കണ്ട് കയറ്റി തന്നാൽ മതി, അങ്ങനെയൊന്നും അല്ല ചോദിക്കേണ്ടത്. അള്ളാഹുവേ, സ്വർഗം എന്നത് ലോകങ്ങളാണ്. സ്വർഗത്തിന് 100 തട്ടുകൾ. ശുഹദാക്കൾക്ക് മാത്രം അള്ളാഹു ഒരുക്കിയ സ്വർഗത്തിന് 100 തട്ടുകളുണ്ട്. ഓരോ തട്ടിൻ്റെയും വ്യത്യാസം മാ ബൈന സമാഇ വൽ അർദ്, ഭൂമിയും ഒന്നാനാകാശവും തമ്മിലുള്ള ദൂരമാ. ഒന്നാനാകാശം ഇതുവരെ കണ്ടെത്താത്ത സാധനമാ, എവിടെയെന്ന് പോലും അറിയില്ല. നക്ഷത്രങ്ങളുടെ ബാക്കില, കോടിക്കണക്കിന് നക്ഷത്രങ്ങളുടെ സമൂഹങ്ങളുള്ള ലോകമാണിത്. വലഖദ് സയ്യന്ന സമാഅ ദുനിയ ബിമസാബിഹ്. ഒന്നാനാകാശത്തിൻ്റെ താഴെയാ സർവ്വ നക്ഷത്രങ്ങളും കിടക്കുന്നത്. അതെവിടെയാണെന്ന് ഇപ്പോഴും സയൻസിന് കണ്ടെത്താൻ പറ്റിയില്ല. അടുത്തൊരു 100 കൊല്ലം ഉള്ളിൽ കണ്ടെത്തും ഇൻഷാ അല്ലാഹ്. എന്നാൽ പിന്നെ 2ഉം കിട്ടും, 3ഉം 4ഉം 5ഉം 6ഉം 7ഉം അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പാണ്. സബ്അ സമാവാതിൻ തിബാഖ. ഇത് കണ്ടെത്താൻ കഴിയും ഇൻഷാ അല്ലാഹ്. അത് ഖുർആനിൻ്റെ മുഅ്ജിസത്ത് തുടരുകയാണപ്പോൾ. ഖുർആനിൻ്റെ വലിയൊരു മുഅ്ജിസത്ത് അന്ന് സാധ്യമാകും. എവിടെയാണ് ഏതാണ് ഈ നക്ഷത്രങ്ങളുടെ അതിർത്തി എന്ന് കണ്ടെത്തിയാൽ. ഇതുവരെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല. ഇൻഷാ അല്ലാഹ് അത് കണ്ടെത്തും. കാരണം അത് ഭൗതിക ലോകത്തിൻ്റെ ഭാഗമാണ്, അദൃശ്യലോകമല്ല. ദൃശ്യപ്രപഞ്ചത്തിൻ്റെ അത്ഭുതങ്ങളാണ്. ആ ഒരു ദൂരമാണ് ഒന്നാനാകാശവും സ്വർഗത്തിലെ ഒരു നിലയിൽ നിന്ന് അടുത്ത നിലയിലേക്കുള്ള ദൂരം. അപ്പോൾ 2 നിന്ന് 3, അപ്പോൾ 95, 96ലേക്ക് നിങ്ങൾ ആലോചിച്ച് നോക്കി. അപ്പോൾ വെറുതെ അവിടെ കയറി വിസിറ്റ് ചെയ്യാൻ മതി എന്ന് പറഞ്ഞ് പോകണ്ട. അവിടെ ഉന്നതമായ സ്വർഗലോകം തരണം എന്ന് അള്ളാഹുവിനോട് ചോദിക്കണം. സലുല്ലാഹൽ ഫിർദൗസൽ അഅല ഫഇന്നഹാ വസതുൽ ജന്ന വഅലാഹാ വഫൗഖഹാ അർശുർ റഹ്മാൻ. ഫിർദൗസ് ചോദിക്കണം അള്ളാഹുവിനോട്. ആ ഫിർദൗസായ സ്വർഗത്തിന്റെ മീതെയാണ് അള്ളാഹുവിൻ്റെ അർശുള്ളത്. സ്വർഗത്തിന്റെ ഉന്നതമാണത്, സ്വർഗത്തിന്റെ മധ്യമാണത് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കണേ, ദുനിയാവിലൊരു 5 സെന്റിലൊരു വീട് വെക്കണമെങ്കിൽ എത്ര കഷ്ടപ്പെടണം, എത്ര അധ്വാനിക്കണം. സ്വർഗത്തിലൊരു വീട് കിട്ടണമെങ്കിൽ എത്ര പെട്ടെന്നാ നബി തങ്ങൾ പറഞ്ഞത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൻ സ്വല്ലാ ലില്ലാഹി 12 റക്അ, 12 റക്അത്ത് സുന്നത്ത് ആരെങ്കിലും ഒരു ദിവസം അള്ളാഹുവിനെ നിർവഹിച്ചാൽ അള്ളാഹു അവർക്ക് സ്വർഗത്തിലെ കൊട്ടാരം പണിയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 2 റക്അത്ത് സുബഹിക്ക് മുമ്പ്, 4 ളുഹറിൻ്റെ മുമ്പ്, 2 റക്അത്ത് ശേഷം, 2 മഗ്രിബിന് ശേഷം, 2 ഇശാഇന് ശേഷം 12 റക്അത്ത് നിസ്കരിക്കുന്നതോടുകൂടെ സ്വർഗത്തിലെ വീട് കിട്ടും. പിന്നെ തങ്ങൾ പറഞ്ഞു 11 ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് ഓതിയാൽ ഉമറേ, അള്ളാഹു സ്വർഗത്തിൽ നിങ്ങൾക്ക് കൊട്ടാരം പണിതു തരും. 1 മിനിറ്റിൻ്റെ ഉള്ളിൽ, ഒരൊറ്റ മിനിറ്റിൻ്റെ ഉള്ളിൽ 10 ഖുൽ ഹുവല്ലാഹു അഹദ് ഓതാൻ പറ്റും. 11 ഖുൽ ഹുവല്ലാഹു അഹദ് ചിലപ്പോൾ 1 മിനിറ്റ് കൊണ്ട് ഓതാൻ പറ്റിയേക്കാം. സാവകാശം ഓതാ വേണ്ടത്. എന്നാലും അത്ര ചെറിയ സൂറത്ത്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി, എന്നാ സ്വർഗത്തിലെ ഞങ്ങളുടെ വീടുകൾ കുറേ കൂടുട്ടോ നബിയെ, ഞങ്ങൾ നല്ലോണം ചെല്ലാൻ പോവാണ്. നബി തങ്ങൾ പറഞ്ഞു, ഉമറേ, നിങ്ങൾ ചൊല്ലിക്കോളൂ, അല്ലാഹു അസിയദു വ അക്തറു. അള്ളാഹുവിന് ഒരുപാട് തരാൻ കഴിയും ഉമറേ. സ്വർഗം എന്നത് 10 സെന്റ് ഭൂമി, 1 ഏക്കറൊന്നല്ല ഒരാൾക്ക് കൊടുക്കുന്നത്, ലോകമാണ്. ലോകം, ഏറ്റവും ചെറിയ സ്വർഗത്തിൻ്റെ പ്രതിഫലം പോലും ഈ ലോകത്തെ വലിയൊരു രാജാവിന് കൊടുത്ത അദ്ദേഹത്തിൻ്റെ കിങ്ഡം എത്ര വലുതാണോ അതിൻ്റെ 10 ഇരട്ടിയാണ് ഒരു അമലും ഇല്ലാതെ വെറും ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹിയുമായി വരുന്നവർക്ക് കൊടുക്കുന്നത്. അപ്പോൾ നിസ്കാരവും നോമ്പും സക്കാത്തും ഹജ്ജും ഉംറയും സ്വതക്കയും ദാനധർമ്മങ്ങളും ഇൽമും അമലുമായി വരുന്ന ആളുകൾക്ക് അള്ളാഹ് കൊടുക്കുന്ന ലോകത്തിൻ്റെ വലുപ്പം എത്രയാണ്. സ്വർഗം എന്നതൊരു പഞ്ചായത്തോ ഒരു വാർഡൊന്നും അല്ല അള്ളാഹ് കൊടുക്കുന്നത്, ലോകങ്ങളാണ് കൊടുക്കുന്നത്. യാ അല്ലാഹ്, അതുകൊണ്ട് അള്ളാഹുവിനോട് ജന്നത്തുൽ ഫിർദൗസ് ചോദിക്കണേ. സലുല്ലാഹൽ ഫിർദൗസൽ അഅല. അള്ളാഹു സ്വർഗത്തിലെ ഉന്നതങ്ങളെ അള്ളാഹു നമുക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അത്ര വലിയ അള്ളാഹുവിൻ്റെ സ്വർഗലോകത്തേക്കാണ് നമ്മൾ പോകാൻ ആഗ്രഹിക്കുന്നത്. പടച്ച തമ്പുരാൻ അള്ളാഹു നമുക്കതിൻ്റെ തൗഫീഖ് നൽകട്ടെ. മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതുകൊണ്ടാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞത്. ആ കലിമ ചൊല്ലുന്നവർക്ക്, ആ അഖീദയുള്ളവർക്ക് സ്വർഗമുണ്ട് എന്ന് തങ്ങൾ പറഞ്ഞപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നബി തങ്ങളുടെ ചെരുപ്പും പിടിച്ചിട്ട് വരെ സാക്ഷി പറഞ്ഞുകൊണ്ട് ഓടിയിട്ടുണ്ട്. പക്ഷെ തങ്ങൾ മുആദ് തങ്ങളോട് പറഞ്ഞു, മുആദ് ഇപ്പം പറയണ്ട എന്ന് പറഞ്ഞു. മുആദ് റളിയല്ലാഹു അൻഹു വഫാത്തിന്റെ സമയമായ സ്വർഗത്തിന്റെ ഉന്നതങ്ങളിലേക്ക് അവരെത്തണം. അഷ്റഫുൽ ഖൽഖിന്റെ അസ്ഹാബുകളല്ലേ, അവരൊക്കെ സ്വർഗത്തിന്റെ ഉന്നതങ്ങളിലേക്ക് എത്തണം എന്ന് നബി തങ്ങൾക്ക് ആഗ്രഹമുള്ളത് കൊണ്ട് ഇപ്പം പറയണ്ട എന്ന് പറഞ്ഞു. പക്ഷേ മരണത്തിന്റെ മുമ്പ് ആ അറിവ് നഷ്ടപ്പെട്ടു പോവാതിരിക്കാൻ
മഹാനായ മുആദ് എന്നവർ ഉമ്മത്തിനോട് പറയുകയാണ് ഉണ്ടായത്. യാ